നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അയോണൈസേഷൻ എൻതാൽപ്പി എന്നാണ്. ഈ അയോണൈസേഷൻ എൻതാൽപ്പി തന്നെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞത്. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയാം? നമുക്കൊരു ആറ്റത്തെ കുറിച്ച് അറിയാം. ആറ്റത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് എന്തുണ്ട്? ഓർബിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഷെൽസ് ഉണ്ട്. അതിലാണ് ഇലക്ട്രോൺ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സോഡിയം ആറ്റം നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു സോഡിയം ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ 11ആണ്. അപ്പോൾ ഇവിടെ 11 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാക്സിമം കൊള്ളും, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ മാക്സിമം കൊള്ളും. പിന്നെ ഒരു ഇലക്ട്രോൺ ബാക്കിയുണ്ടല്ലോ, അത് ലാസ്റ്റത്തെ ഷെല്ലിൽ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ഈ ലാസ്റ്റത്തെ ഓർബിറ്റലിൽ കാണപ്പെടുന്ന ഈ ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി? അതായത് ഈ ലാസ്റ്റത്തെ ഇലക്ട്രോൺ ഉണ്ടോ, അപ്പോൾ ഈ ഇലക്ട്രോണും ഈ സെൻട്രത്തെ ന്യൂക്ലിയസും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ പിടിച്ചു നിർത്താന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ന്യൂക്ലിയസും ഈ ഇലക്ട്രോണും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ പൊട്ടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇലക്ട്രോൺ ഇവിടുന്ന് റിമൂവ് ചെയ്യണം, ഈ ഇലക്ട്രോൺ ഇവിടുന്ന് ലിബറേറ്റ് ചെയ്യണം. അപ്പോൾ ഈ വെറുതെ പൊട്ടിക്കാൻ പറ്റുമോ? നമ്മളൊരു സാധനം പൊട്ടിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? എനർജി കൊടുക്കണം. അപ്പോൾ ഈ സെൻട്രത്തെ ഈ പോസിറ്റീവ് ചാർജിലുള്ള ഈ ന്യൂക്ലിയസിന്റെ ഈ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോണും തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ പൊട്ടിക്കാൻ വേണ്ടി നമ്മളൊരു എനർജി കൊടുക്കും. എന്നിട്ട് ഈ ഇലക്ട്രോൺ ഒന്ന് ലിബറേറ്റ് ചെയ്യും. അതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഈ എനർജിക്ക് വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഒന്നും പാടെ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ഒരു ആറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആറ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജിക്ക് വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇനി നമുക്ക് ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു വെച്ചാൽ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺ ഫ്രം ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം. അതായത് ഒരു ന്യൂട്രൽ ആറ്റത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജി, അതിന് വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ അയോണൈസേഷൻ എൻതാൽപ്പിനെ നമുക്ക് രണ്ടെണ്ണമായി ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, രണ്ടാമത് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി, എന്താണ് ഈ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നുള്ളത് ഞാനൊരു എക്സാമ്പിൾ വെച്ച് ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് ഡെഫിനിഷൻ പറയാം. അതായത് നമ്മൾ ഇതിനെ എടുത്ത പോലെ തന്നെ സോഡിയം തന്നെ എടുക്കാം. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇതെന്താണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ഫസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം. ഇതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഫസ്റ്റത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ് എന്ത്? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. ഓക്കെ, ഇപ്പോൾ സോഡിയത്തിന്റെ കേസിൽ ഇതിന് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി 496 കിലോ ജൂൾ പെർ മോളാണ്. ഓക്കെ, അപ്പൊ എന്തായി? 281. ആ 1 പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? 28 എന്നുണ്ടാവും. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ പോസിറ്റീവ് ചാർജ് വരും. അപ്പൊ എന്തായി? Na എന്നുള്ളത് Na+ ആയി. ഇതാണ് സ്റ്റേബിൾ. ഇത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെന്തുണ്ട്? 28 ഉണ്ട്. ഒക്ടറ്റ് റൂൾ നമ്മൾ പഠിച്ചിരിക്കണേ. ഒന്നിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേബിൾ ആവും. പിന്നെ ആ ന്യൂട്രൽ ആ ആറ്റം 8 ഇലക്ട്രോൺ ഈ കോൺഫിഗറേഷനിൽ നിൽക്കാനേ ശ്രമിക്കും. അപ്പൊ എപ്പോഴും Na ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ Na+ ആയിക്കാണ് നിൽക്കാൻ അത് മാക്സിമം ട്രൈ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായി? Na എന്നുള്ളത് Na+ ആയി. അതിന് നമ്മളൊരു എനർജി കൊടുത്തു. ഇതാണ് ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതെന്താണ്? സ്റ്റേബിൾ ആണ്. ഇനി സ്റ്റേബിൾ ആയ ഒരു സാധനത്തിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോണെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം എത്ര എനർജി കൊടുക്കണം? 4562 കിലോ ജൂൾ പെർ മോൾ. ഇവിടെ 496 അതിന്റെ ഏകദേശം 10 ഇരട്ടി 4562 കിലോ ജൂൾ പെർ മോൾ കൊടുത്താലേ Na+ നിന്ന് ഒരു ഇലക്ട്രോൺ റിമൂവ് ആയിക്കൊണ്ട് Na2+ ആവും. ഇതാണ് സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ ചെറുതും സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ്. ഇത് സോഡിയത്തിന്റെ കേസ് മാത്രമല്ല, ഒരുവിധ എല്ലാ ആറ്റത്തിന്റെ കേസിലും ഈ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി ആയിരിക്കും. ഓക്കെ, ഈ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ, ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ ഫസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ ന്യൂട്രൽ ആറ്റം.
ഓക്കെ. ഈ സെക്കൻഡ് അയോണൈസ്ഡ് എന്തൽപ്പി എന്ന് പറഞ്ഞാൽ